എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കീറി മുറിക്കാൻ പോകുന്നത് വാഴ 2 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനെയാണ്. ആദ്യ ഭാഗത്തിൻ്റെ ക്ലൈമാക്സിൽ എൻട്രി നടത്തിയ ഹാഷിറും ടീമുമാണ് ഈ ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. പിന്നെ ഇവർക്കൊപ്പം നമ്മുടെ അൽഫോൻസ് പുത്രൻ, അജു വർഗീസ്, പിന്നെ വിജയ് ബാബു എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ആദ്യ ഭാഗം പ്രധാനമായും അച്ഛൻ മകൻ ബന്ധം, പിന്നെ കരിയറിലെ സ്ട്രഗിളുകളും ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ, എന്നാൽ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് പ്രണയത്തിലേക്ക് മാറുകയാണ്. പ്രേമത്തിന് എന്ത് കുഴപ്പമെന്ന് അൽഫോൻസ് പുത്രൻ ചോദിക്കുന്ന ഡയലോഗൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളുടെ പ്രണയവും അതിലെ തമാശകളും അതിൻ്റെ പ്രതിസന്ധികളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കഥാതന്തുവായിട്ട് അവർ കാണിക്കുന്നത് ഈ ട്രെയിലറിൽ. പിന്നെ അതുമാത്രമല്ല, ഹാഷിറിൻ്റെയും കൂട്ടുകാരുടെയും നർമ്മ സംഭാഷണമൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുവിധം നമുക്ക് ചിരിക്കാനും തോന്നുന്ന തരത്തിലുള്ളതാണ്. ആദ്യ ഭാഗത്തിൻ്റെ സംവിധായകനെ മാറ്റിയെങ്കിലും തിരക്കഥാകൃത്തിനെ മാറ്റാതിരുന്നത് ഒരു ആശ്വാസമെന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് വശങ്ങളിലേക്ക് വരാം. നമ്മൾ എന്തെടുത്താലും, ഏത് കഥയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും എന്തായാലും എല്ലാവരും 100% എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്താനും നമ്മളെ കൊണ്ട് കഴിയില്ല. സോ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ പ്രധാന താരങ്ങൾ വന്നത് ഇൻസ്റ്റഗ്രാം വഴിയിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആ റീൽസിൻ്റെ അതേ ശൈലിയിലാണ് ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു സിനിമാറ്റിക് അനുഭവം നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വാഴയുടെ ആദ്യ ഭാഗം വിജയിച്ചത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അച്ഛൻ മകൻ ബന്ധം, പിന്നെ കരിയറിൻ്റെ ആ ഒരു സ്ട്രഗിളൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം കൊണ്ടാണ്. പക്ഷേ അത് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് പ്രണയത്തിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സിങ് പോലെ. ഇനി സപ്പോസ് അതിൻ്റെ തിരക്കഥ നല്ലതാണെങ്കിൽ എന്തൊക്കെ മിസ്സിങ് ആണെങ്കിലും തിരക്കഥ കൊണ്ട് നമുക്കതങ്ങ് കവർ ചെയ്യാം. അതായത് നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ട ഈ കണ്ടൻറ്റിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഡെപ്ത് ഈ പ്രണയം വരുമ്പോൾ മിസ്സാകുമോ എന്നതാണ് ചെറിയൊരു ഭയം. അതുമാത്രമല്ല, ട്രെയിലറിലെ ചില സംഭാഷണങ്ങളും പ്രണയരംഗങ്ങളും ഒക്കെ നമുക്ക് ചെറുതായിട്ടൊരു കല്ലുകടിയായിട്ടോ ഒരു ക്രിഞ്ചായിട്ടോ തോന്നുന്നു എങ്കിൽ അത് തിരക്കഥയുടെ പരാജയം തന്നെ ആയിരിക്കണം. ചില സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന അതേ കോമഡികളൊക്കെ നമ്മൾ വലിയ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതൊക്കെ അവിടെ വർക്കാവണമെന്ന് ഇല്ല. നമ്മൾ ഇൻസ്റ്റഗ്രാം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ യങ്സ്റ്റേഴ്സ് തന്നെയാണ്. നമ്മളൊരു തിയേറ്ററിൽ പോയി, ഒരു സിനിമാ ഹാളിൽ പോയിരുന്ന സിനിമ കാണുമ്പോൾ അവിടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരും. അവർക്ക് എല്ലാവർക്കും ഈ ഇൻസ്റ്റഗ്രാം കോമഡിയൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഇനി അടുത്തൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊമോ സോങ് ആണ്. അത്രത്തോളം ഇമ്പ്രസീവ് അല്ലാത്ത പ്രൊമോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊമോ ആയിരിക്കണം. പക്ഷേ ഇത് അത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ പ്രൊമോ സോങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്, റീൽസിൽ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ റീൽസിലെ തമാശകളൊക്കെ സിനിമയിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ സിനിമയുടെ വിജയത്തെ സാരമായി ബാധിക്കാനും വലിയ വിമർശനങ്ങൾക്കുമുള്ള വഴി തുറക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുമാത്രമല്ല, പടവിന് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം മറികടക്കാൻ കെൽപ്പുള്ള ഒരു തിരക്കഥ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകാവുന്നതേ ഉള്ളൂ.